എല്ലാവർക്കും റീബോൺ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് റെസിപ്പി വീഡിയോസ് ഒന്നുമല്ല കേട്ടോ. അപ്പോൾ പല ആൾക്കാരും എന്നോട് ചോദിക്കാറുണ്ട് കേട്ടോ, ഈ നമ്മുടെ എന്താ പറയുക മെഷറിംഗ് കപ്പും മെഷറിംഗ് സ്പൂണും ഒന്നും ഇല്ലാതെ നമ്മൾ എങ്ങനെ കേക്ക് ഉണ്ടാക്കും, അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷനും കൂടെ ഒന്ന് പറഞ്ഞു തന്നൂടെയെന്ന് കേട്ടോ. അപ്പോൾ എല്ലാവരുടെ കയ്യിലൊന്നും ഈ ഒരു മെഷറിംഗ് കപ്പോ അല്ലെങ്കിൽ ഈ ഒരു മെഷറിംഗ് സ്പൂണോ ഒന്നും ഉണ്ടാകത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കും ഉണ്ടാകും കേക്കൊക്കെ ഉണ്ടാക്കാൻ ഒരു ആഗ്രഹമൊക്കെ. അപ്പോൾ നമുക്ക് വീട്ടിലുള്ള നമ്മുടെ സ്പൂണും ആ ഒരു ടീസ്പൂണും ടേബിൾ സ്പൂണും ഒക്കെ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് മൈദയും അതേപോലുള്ള കാര്യങ്ങളൊക്കെ അളക്കുന്നതെന്നൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വീടുകളിൽ എന്തായാലും ഉണ്ടാകുന്ന കുറച്ച് ഐറ്റംസൊക്കെ വെച്ചിട്ടാണ് ഞാനത് കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത് എന്തായാലും നിങ്ങൾ ഇത് കാണുന്നതിന് കൂടത്തിൽ തന്നെ എന്ത് ചെയ്യണമെന്നറിയാമോ, ഒരു ബുക്ക് എടുത്ത് വെച്ചിട്ട് നമുക്കിത് കറക്റ്റായിട്ടൊന്ന് എഴുതിയും കൂടെ വെക്കണം കേട്ടോ. എന്നാലാണ് ഇത് കറക്റ്റായിട്ട് നമുക്ക് നമ്മളെന്താ പറയുക ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. കൂടാതെ തന്നെ വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുകയും വേണം കേട്ടോ. എന്നാലാണ് ഇത് കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ നമുക്ക് പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. കാണുന്നതിൻ്റെ കൂടത്തിൽ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഈ ഒരു കപ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കുന്ന ഒരു ബോക്സാണ് കേട്ടോ. അതായത് നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ബോക്സിലാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ എന്താ പറയുക മെഷറിംഗ് കപ്പ്, മെഷറിംഗ് സ്പൂണ്, എനിക്ക് 2 മെഷറിംഗ് കപ്പ് ഉണ്ട് കേട്ടോ. ഒന്ന് പഴയതാണ്, ഒന്ന് പുതിയതാണ് കേട്ടോ. അതേപോലെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ഇതിനകത്താണ് ഇട്ട് വെക്കുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു എഗ് സെപ്പറേറ്ററൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇതൊന്നും ഉപയോഗിക്കാറില്ല, കാരണം മടിയാണ് കേട്ടോ, നമുക്ക് കഴുകാനുള്ള മടി. അതുകൊണ്ട് തന്നെ ഞാനതൊന്നും ഉപയോഗിക്കാറ് തന്നെ ഇല്ല. പിന്നെ ഇതുപോലെ നമുക്ക് കേക്കിനൊക്കെ എന്തെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഓരോ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ബ്രഷും, പിന്നെ നമുക്കിത് എന്താണെന്ന് അറിയുമ്പോൾ കേക്കിൻ്റെ മുകളിൽ നമുക്കിതുപോലെ ഇത് ആനിവേഴ്സറീൻ്റെ ഒരു നമ്മുടെ ടോപ്പറിന് പകരം നമുക്കിങ്ങനെ എഴുതാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കറക്റ്റ് അങ്ങനെ വരും കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ പൈപ്പിംഗ് ബാഗ് കൊണ്ട് ഇതുപോലെ ഇങ്ങനെ എഴുതി കൊടുത്താൽ മാത്രം മതി. പിന്നെ നമുക്കിതുപോലെ ഒരു ഇതിനേക്കാളും കുറച്ചും കൂടെ വലുതായിട്ടുള്ളൊരു വിസ്ക് ഉണ്ടെങ്കിലും നമുക്ക് ഈ ഒരു കേക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ. പിന്നെ ഇതിനകത്ത് നമ്മുടെ ഒരു സ്ക്രാപ്പറുണ്ട്, അതുപോലെയുള്ള നമ്മുടെ കട്ടർ, പിന്നെ നമ്മുടെ കുറച്ച് നോസിലുകൾ. നമ്മൾ ഈ പെട്ടെന്ന് എടുക്കുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ ഞാൻ ഈ ഒരു ബോക്സിനകത്തിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുള്ളൂ. നമുക്ക് വേഗം എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതാ ഈ ഒരു ടീസ്പൂണ്, ഇത് നമ്മൾ വീട്ടിലുണ്ടാവാറുണ്ടല്ലോ, നമ്മുടെ ഈ ഒരു ടീസ്പൂണാണ് കേട്ടോ. ഇത് 2 ടീസ്പൂണുകൾ തന്നെയാണ് ചെറുത്. അപ്പോൾ നമുക്ക് ഈ ഒരു ടീസ്പൂണും ഈ ഒരു ടേബിൾ സ്പൂണും ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇതെങ്ങനെയാണ് അളക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. പിന്നെ ഇതെൻ്റെ ബീറ്ററിൻ്റെ ബ്ലേഡാണ്. അതേപോലെ തന്നെ നമുക്ക് സ്ക്രാപ്പറിന് പകരമായിട്ട് ഇതാ ഈ ഒരു ഐറ്റം മതി കേട്ടോ. നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ കിട്ടുന്ന കാർഡുണ്ടല്ലോ, ഇതാണെങ്കിലും വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ അതുകൊണ്ടാണെങ്കിലും വൃത്തിയായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഒരു അത്യാവശ്യത്തിന് ഒരു കത്തിയും കൂടെ ഞാൻ ഇതുപോലെ ഒന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഇതൊക്കെ അളക്കുന്നതും എല്ലാം ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പറഞ്ഞാൽ എനിക്ക് 2 സെറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും 1 കപ്പ് അളവാണ് വരുന്നത്. അപ്പോൾ ഇതുപോലെ 2 സെറ്റുണ്ട്. അപ്പോൾ ഈ ആ ഒരു ബ്ലൂവിനകത്ത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 കപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. 1/8 കപ്പും കൂടെ ഉണ്ടായിരുന്നേ. അത് എവിടെയോ ഒന്ന് മിസ്സായി പോയിട്ടോ. മക്കളൊക്കെ എടുത്ത് കളിച്ചാന്ന് തോന്നുന്നു. അത് എങ്ങനെയാണെന്നറിയില്ല, അതൊന്ന് മിസ്സായി പോയിട്ടുണ്ട്. അപ്പം മറ്റേ പുതിയത് വാങ്ങിയതിനകത്ത് ആകെ 4 കപ്പേ ഉണ്ടായിരുന്നുള്ളൂ. 1 കപ്പും 1/2 കപ്പ്, അതേപോലെ 1/4 കപ്പും, പിന്നെന്താണ് 1/3 കപ്പ് കേട്ടോ. അപ്പോൾ ആ ഒരു 4 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ ബ്ലൂവിനകത്ത് 1/8 ഉണ്ടായിരുന്നു, അത് പോയിട്ടോ. അതേപോലെ തന്നെ നമ്മുടെ നമ്മുടെ സ്പൂണിനകത്ത് ഇതേപോലെ 5 എണ്ണമാണുള്ളത്. 1 ടേബിൾ സ്പൂണ്, 1/2 ടേബിൾ സ്പൂണും 1 ടീസ്പൂണ്, 1/2 ടീസ്പൂണ്, പിന്നെ നമ്മുടെ ഒരു 1/4 ടീസ്പൂണും കൂടെയാണ് കേട്ടോ ഇതിനകത്തേക്കുള്ളത്. ആദ്യം തന്നെ നമുക്ക് ഇത് എത്ര മില്ലിയാണ് ഓരോ കപ്പ് അല്ലെങ്കിൽ 1/2 കപ്പ് ഒക്കെ വരുന്നത് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് എഴുതിയിട്ടില്ല. സാധാരണ നമുക്ക് എൻ്റെ ആ ഒരു പഴയ കപ്പിനകത്ത് കറക്റ്റ് നമ്മൾ എത്ര ml ആണ് വരുന്നതെന്നും കൂടെ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനകത്ത് കാണിച്ചു തരാം. കറക്റ്റ് 1 കപ്പ് എന്ന് പറയുമ്പോൾ അതിലില്ല, പുതിയതിനകത്തില്ല കേട്ടോ, പഴയതിനകത്തേ ഉള്ളത്. അപ്പോൾ ഇതിനകത്ത് കണ്ടോ 1 കപ്പ് എന്ന് പറയുന്നത് 250 ml ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ പാലൊക്കെ അളന്നൊഴിക്കാനും അല്ലെങ്കിൽ നമുക്ക് വെള്ളം അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ ചേർക്കണം എന്ന് വരുന്ന സമയത്ത് നമുക്കിതുപോലെ വരുന്നത് 1 കപ്പ് 250, അതേപോലെ 1/2 കപ്പ് 125 ml ആണ്. അതേപോലെ 1/3 കപ്പ് വരുന്നത് 80 ml ആണ്. അതേപോലെ തന്നെ 1/4 കപ്പ് വരുന്നത് നമുക്ക് വരുന്നത് 60 ml ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ml-ൻ്റെ ആ ഒരു കണക്കിൽ വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ബുക്കിൽ എഴുതി തന്നെ വെക്കണം കേട്ടോ. എന്നാലാണ് നമുക്ക് കറക്റ്റ് ഉള്ളത്. എപ്പോഴും നമ്മളിത് നോക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു ml-ൻ്റെ അളവ് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. ഇനി അതേപോലെ തന്നെ ടേബിൾ സ്പൂണിൽ വരുമ്പം എത്ര മില്ലിയാണ് വരുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. അതും പറഞ്ഞതുപോലെ ആ ഒരു പുതിയ എന്താ പറയുക സ്പൂണിനകത്തേക്ക് ഈ ഒരു ml-ൻ്റെ അളവൊന്നും എഴുതിയിട്ടില്ല. പക്ഷേ ഈ ഒരു പഴയതിനകത്ത് കറക്റ്റ് ml ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം 1 ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് 15 ml ആണ് കേട്ടോ. 15 ml ആണ് 1 ടേബിൾ സ്പൂൺ വരുന്നത്. അതേപോലെ 1/2 ടേബിൾ സ്പൂൺ വരുമ്പം സ്വാഭാവികമായിട്ടും 7.5 ml ആണ് വരുന്നത്.
പിന്നെ 1 ടീസ്പൂൺ വരുന്നത് നമുക്കിതാ 5 ml ആണ് കേട്ടോ വരുന്നത്. 1 ടീസ്പൂണാണ്. ടേബിൾ സ്പൂണും ടീസ്പൂണും രണ്ടും രണ്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ടീസ്പൂൺ വരുന്നത് 5 ml ആണ് വരുന്നത്. അതേപോലെ തന്നെ ഹാഫ് ടീസ്പൂൺ വരുന്നത് നമുക്ക് ഏകദേശം ഒരു 2.5 ml ആണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് 1/4 ടീസ്പൂൺ വരുന്നത് നമുക്ക് വരുന്നത് 1.25 ml ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വാനില എസൻസ് എടുക്കാനും അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ ഇതൊക്കെ എടുക്കാൻ മാത്രമാണ്. പിന്നെ ഉപ്പ് ഇത് മാത്രം എടുക്കാനാണ് കേട്ടോ ഈ ഒരു ടീസ്പൂണിൻ്റെ അളവ് വരുന്നുള്ളൂ. അല്ലാണ്ട് നമുക്ക് വലുതായിട്ടൊരു ഉപയോഗം വരുന്നില്ല. അപ്പം നമുക്ക് ഈ ഒരു ടീസ്പൂണിന് പറ്റുന്ന ഒരു ഐറ്റം നമ്മുടെ വീടുകളിൽ എന്തായാലും ഉണ്ടാവും കേട്ടോ. വേറെ ഒന്നുമല്ല, ഇതാ ഈ ഒരു മരുന്നിൻ്റെ ഒക്കെ അടപ്പുണ്ടാവത്തില്ലേ, നമ്മൾ കുട്ടികൾക്കൊക്കെ എന്തായാലും സിറപ്പൊക്കെ വാങ്ങുമ്പോൾ കുട്ടികൾക്ക് തന്നെ ഇല്ല, നമ്മുടെ ഈ ചുമേൻ്റെ ഒക്കെ മരുന്ന് വാങ്ങുന്ന സമയത്ത് ചില സമയങ്ങൾ അതിൻ്റെ മുകളിൽ ഉണ്ടാവാറുണ്ട് ഈ ഒരു അടപ്പ്. അപ്പോൾ ഇത് കറക്റ്റ് നമ്മുടെ ടീസ്പൂണിൻ്റെ അളവാണ് കേട്ടോ. ഇത് നമുക്കൊരെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ അളവുകളൊക്കെ ഇതിനകത്ത് തന്നെ ഉണ്ട്. ഈ ഒരു ചെറിയ ഈ ഒരു അടപ്പ് ടൈപ്പ് വരുന്നത് 5 ml ആണ് വരുന്നത്. അപ്പോൾ 5 ml എന്ന് പറയുമ്പം നമ്മുടെ ഒരു 1 ടീസ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂണാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ടീസ്പൂണിന് കണക്കാക്കിയിട്ടാണ് ഈ ഒരു നമ്മുടെ ഈ ഒരു ചുമേൻ്റെ ഒക്കെ മരുന്നിൻ്റെ കുപ്പീൻ്റെ മുകളിലുണ്ടാകുന്ന ഈ ഒരു അടപ്പുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഒരെണ്ണം കിട്ടുന്ന സമയത്ത് ഒരെണ്ണം നമുക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി അതേപോലെ തന്നെയാണ് ഇതിൻ്റെ ചില സമയങ്ങളിൽ വലുത്, ഇതാ ഈ ഒരു വലുതൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ നമുക്ക്, അത് കറക്റ്റ് വരുന്നത് 1 ടേബിൾ സ്പൂൺ ആണ് കേട്ടോ. അതായത് 15 ml ആണ് വരുന്നത്. 15 ml വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ ആണ്. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് ഇതാ 15 ഉണ്ട്, 11, 9 ml, 4 ml, അതേപോലെ 3 ടൈപ്പിൽ കൊടുത്തിട്ടുണ്ട്. 14, 10, 6, 3, അതേപോലെ 13, 9, 5, 2. അപ്പോൾ ഇതൊരെണ്ണം സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ പറഞ്ഞ മാതിരി ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ എടുക്കാനോ അതേപോലെ നമുക്ക് വാനില എസൻസ് ഒക്കെ അളന്നെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു സാധനം നമുക്ക് ഉപയോഗം ഉള്ളതാണ് കേട്ടോ. അപ്പം നമുക്കിത് കളയാതെ തന്നെ നമുക്ക് ഇതൊരെണ്ണം എടുത്ത് വെക്കാം. അതേപോലെ നമ്മളെ വീടുകളിലുണ്ടാവുമല്ലോ ഈ ഒരു ചെറിയ സ്പൂണ്, അതും ടീസ്പൂൺ തന്നെയാണ് വീടുകളിലുള്ളത്. പിന്നെ ഈ വലിയ സ്പൂണ് അതാണ് ടേബിൾ സ്പൂണായിട്ട് വരുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് മൈദേൻ്റെ അളവും പഞ്ചസാരേൻ്റെ അളവും ബേക്കിംഗ് പൗഡറും ഒക്കെ നമുക്ക് എങ്ങനെയാണ് ഇത് വെച്ചിട്ട് നമുക്കൊന്ന് അളന്നും കൂടെ ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത്, ഞാൻ ഇപ്പോൾ എൻ്റെ കയ്യിലൊരു വെയിൻ മെഷീൻ ഉണ്ട്, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇപ്പോൾ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതൊരു എൻ്റെ കൂടെ ഉണ്ടായിട്ടൊരു 5 വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ഒരു വെയിൻ മെഷീൻ എൻ്റെ കൂടെ കൂടിയിട്ട്. അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു കോലത്തിൽ, ഇത് ചെളിയൊന്നും അല്ല കേട്ടോ, ഇതെനിക്ക് തോന്നുന്നു പുകയൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് ഈ ഒരു കളറിലിട്ടോ. അപ്പം ഈ ഒരു 2 ബാറ്ററി കൊണ്ടാണ് ഓടുന്നത്. ഒരു തവണ എങ്ങാനും ബാറ്ററി മാറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ലാതെ എനിക്ക് ഇത്രയും നാളായിട്ട് ഇതിന് ഒരു കുഴപ്പവും വന്നിട്ടില്ല കേട്ടോ. ഇത് വളരെ എത്രയും 350 അത്ര എങ്ങനെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ ആ ഒരു സമയത്ത്. അപ്പോൾ അത് നല്ലൊരു വെയിൻ മെഷീൻ തന്നെയാണ് കേട്ടോ. എനിക്കിത് വളരെ ഉപകാരമുള്ളൊരു സാധനം കൂടെയാണ്. അപ്പോൾ നമുക്ക് ഇനി ഇത് മൈദ നമുക്കൊന്ന് 1 കപ്പ് എന്ന് പറയുമ്പം എത്ര ഗ്രാമാണെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാനത് കപ്പ് വെച്ച് കൊടുത്തിട്ട് അതൊന്ന് 0ലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് നിറച്ചും ആ ഒരു മൈദ ഇതുപോലെ ഒന്ന് വടിച്ച് വേണം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കറക്റ്റ് നോക്കുമ്പോൾ മൈദ വരുന്നത് 1 കപ്പ് 160 ഗ്രാമാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമുക്ക് കണ്ടില്ലേ, കറക്റ്റ് വരുന്നത് 160 ഗ്രാമാണ് 1 കപ്പ് മൈദ വരുന്നത്. ഷുഗറിന് വ്യത്യാസം ഉണ്ടാവും കേട്ടോ, അത് ഞാൻ കാണിച്ചു തരാൻ വഴിയേ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് 1/2 കപ്പ് എന്ന് പറയുമ്പം 80 ഗ്രാം ആയിരിക്കും വരിക. അതേപോലെ തന്നെ നമുക്ക് ഏകദേശം ഒരു 1/4 കപ്പ് എന്ന് പറയുമ്പം നമുക്ക് 40 ഗ്രാമാണ് വരുന്നത് നമ്മുടെ മൈദ എന്ന് പറയുന്ന സാധനം കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു അളവ് കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാവും, ഈ 1/3 എത്ര, 1/3 കപ്പ് എന്ന് പറയുമ്പോൾ എത്ര ഉണ്ടാവും മൈദ എന്നുള്ളത്. അപ്പോൾ അത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ആ ഒരു കപ്പ് വെച്ച് 0 ആക്കി വെച്ചു. അപ്പോൾ ഇതാ 50 ഗ്രാമാണ് 1/3 കപ്പ് എന്ന് പറയുന്നത്. മൈദ എടുക്കുമ്പോഴാണ് 1/3 കപ്പ് 50 ഗ്രാമാണ് വരുന്നത്. ഇനി അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ടേബിൾ സ്പൂണിനകത്ത് എത്രയാണ് ഈ 1/4 കപ്പ് എന്ന് പറയുന്നത് നോക്കാം കേട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ 4 ടേബിൾ സ്പൂണാണ് 1/4 കപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് അളന്നൊന്ന് കാണിച്ചു തരാം. അപ്പോൾ 3 പ്രാവശ്യം ഇട്ടു, 4 പ്രാവശ്യം ഇട്ടു കേട്ടോ. അപ്പോൾ 4ാമത്തെ പ്രാവശ്യം കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് നല്ലപോലെ എല്ലാ ഭാഗത്തേക്കൊന്ന് ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഇതിനകത്തേക്ക് നല്ലപോലെ ഇങ്ങനെ വടിച്ച് ഇങ്ങനെ ഫില്ലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/4 കപ്പ് എന്ന് പറയുന്നത് 4 ടേബിൾ സ്പൂണാണ് നമ്മുടെ മൈദ എടുക്കുമ്പോൾ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ആ ഒരു അളവ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 1/2 കപ്പ് എന്ന് പറയുമ്പം ഏകദേശം നമുക്ക് 8 ടേബിൾ സ്പൂണും അതേപോലെ തന്നെ 1 കപ്പ് എന്ന് പറയുമ്പം 16 ടേബിൾ സ്പൂണുമാണ് കേട്ടോ നമുക്ക് മൈദേൻ്റെ ആ ഒരു അളവ് വരുന്നത്. ഇനി നമുക്ക് ടേബിൾ സ്പൂണിൽ ഒന്ന് കറക്റ്റായിട്ട് നോക്കാം കേട്ടോ. അതാകുമ്പോൾ നമുക്ക് ഈ ഒരു അളവ് കിട്ടിയാലും നമുക്ക് കറക്റ്റായിട്ട് കിട്ടും.
അപ്പോൾ ഏകദേശം വരുന്നത് നമ്മുടെ 8 ഗ്രാമാണ് നമ്മുടെ ഈ ഒരു ടേബിൾ സ്പൂൺ വരുന്നത്. അപ്പോൾ നമുക്കിനി നോക്കാം നമ്മുടെ വീടുകളിലുള്ള ഈ ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് 8 ഗ്രാം എന്ന് പറയുന്നത് എന്തോരം ഉണ്ടാകും. അപ്പോൾ എന്തോരമാണ് നമ്മൾ കറക്റ്റായിട്ട് എടുക്കേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ ഒരു കറക്റ്റ് ജസ്റ്റ് ഒന്ന് അളവ് ഒന്നിങ്ങനെ എടുത്തതാണ്. അപ്പോൾ കുറച്ച് കൂടുതലുണ്ട്, ഏകദേശം ഒരു 12 ഗ്രാം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് കുറച്ച് നമുക്ക് ഇതൊന്ന് റെഡിയാക്കി കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒന്നും കൂടെ ഞാൻ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഏകദേശം ഒരു 8, 9, അപ്പോൾ ഒരു കുറച്ചും കൂടെ ഒന്ന് കുറയ്ക്കണം. അപ്പോൾ ഇതാ കറക്റ്റ് ഞാൻ 8 ഗ്രാം ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ എന്തോരമാണ് നമ്മുടെ ആ ഒരു ടേബിൾ സ്പൂണിനകത്തേക്ക് നമ്മുടെ ഈ ഒരു 1 ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് ഇതാ നമ്മുടെ വീടുകളിലുള്ള സ്പൂണിനകത്ത് ഇത്രയും എടുക്കുന്ന സമയത്താണ് 1 ടേബിൾ സ്പൂൺ നമ്മുടെ മൈദ വരുന്നത്. ഓരോന്നിനും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ മൈദേൻ്റെ അളവ് ഇതാണ് കേട്ടോ. ഇങ്ങനെ കുറച്ചൊന്ന് പൊന്തിയ രീതിയിൽ എടുത്താലാണ് കറക്റ്റ് ഒരു 1 ടേബിൾ സ്പൂൺ നമുക്ക് കിട്ടുന്നത് നമ്മുടെ വീടുകളിലുള്ള ഈ ഒരു സ്പൂൺ വെച്ചിട്ടാണെങ്കിൽ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ആ ഒരു കറക്റ്റ് അളവായിട്ട് വരുന്നത്. അപ്പം 4 ടേബിൾ സ്പൂണ് ഈ ഒരു പാകത്തിന് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 1/4 കപ്പ് നമ്മുടെ മൈദ ആണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് നമുക്ക് 1/2 ടേബിൾ സ്പൂണ് ആക്കി നോക്കാം. അപ്പം സ്വാഭാവികമായിട്ടും 1/2 ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ നമ്മൾ 4 ഗ്രാമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഒന്ന് സീറോയിലാക്കി കൊടുത്തിട്ട് നമുക്ക് 4 ഗ്രാം കറക്റ്റായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് എടുത്തു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര വരുന്നുണ്ട്, നമ്മൾ ഏതൊരളവിലാണ് നമുക്ക് മൈദ എടുക്കേണ്ടതെന്ന് നമുക്ക് ഇപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഒന്ന് എടുത്ത സമയത്ത് ആയില്ലായിരുന്നു. അപ്പോൾ കറക്റ്റ് 4 കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അളവിലെടുത്താലാണ് നമ്മുടെ 1/2 ടേബിൾ സ്പൂണിൻ്റെ അളവിൽ വരുന്നത് കേട്ടോ. അപ്പം 1 ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ കുറച്ച് കൂടുതൽ എടുക്കുക. അപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു ലെവലായിട്ട് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് കഴിയുമല്ലോ. ഒരു 1/2 ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ ഈ ഒരു അളവിലാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു 1/2 ടേബിൾ സ്പൂണും 1 ടേബിൾ സ്പൂണും നമുക്കിവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ടോ 1/2 ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് ഈ ഒരു അളവിലാണേ. ഇനി നമുക്ക് അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ നമ്മുടെ കയ്യിലുള്ള ടീസ്പൂണിൻ്റെതും കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതായത് ടീസ്പൂണിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷുഗറും മൈദയൊന്നും നമുക്ക് എന്തായാലും ടീസ്പൂണിൽ അളവെടുക്കേണ്ടി വരികയില്ല. ഒന്നെങ്കിൽ ഉപ്പ് അല്ലെങ്കിൽ നമ്മുടെ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, അതൊക്കെയാണ് കേട്ടോ കൂടുതലായിട്ടും വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ബേക്കിംഗ് പൗഡർ എത്ര എടുക്കണം ആ ഒരു നമ്മുടെ വീടുകളിലുള്ള സ്പൂണിൽ നിന്ന് ഞാൻ ആ ഒരു അളവിൽ ബേക്കിംഗ് പൗഡറാണ് കാണിച്ചു തരുന്നത്, അല്ലാതെ മൈദയും പഞ്ചസാരയും ഒന്നും അല്ല കേട്ടോ. അപ്പോൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയാണ് നമുക്ക് ഈ ഒരു ചെറിയ ടീസ്പൂണിൽ കൂടുതലായിട്ട് വരുന്നത്. പിന്നെ വാനില എസൻസ് ആണ്. അതിന് നമുക്ക് മരുന്നിൻ്റെ കുപ്പീൻ്റെയൊക്കെ ബോളിലുണ്ടാകുന്ന ആ ഒരു അടപ്പ് നമുക്ക് എടുത്താൽ മതി. അത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കറക്റ്റ് 1 ടീസ്പൂണ് അളവിലെടുത്തിട്ട് നമ്മുടെ വീടുകളിലുള്ള ആ ഒരു ചെറിയ 1 ടീസ്പൂണിന് വരുന്നത് ഇത് രണ്ടും 1 ടീസ്പൂൺ തന്നെയാണ് കേട്ടോ. കണ്ടോ, ഇത്രയും കുറച്ചും കൂടെ പൊന്തിയ രീതിയിൽ എടുത്തിട്ടുണ്ടെങ്കിലാണ് കറക്റ്റ് 1 ടീസ്പൂൺ കിട്ടുന്നത്. അപ്പോൾ 1 ടീസ്പൂണ് ഈ ഒരു അളവിലാണ് കേട്ടോ വരുന്നത്. അതേപോലെ തന്നെ ഇനി ഇതൊരു 1/2 ടീസ്പൂണാണ്. അത് എത്ര വരുന്നുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് അതുപോലെ നോക്കുന്ന സമയത്ത് ഇതുപോലെ നമുക്കൊന്ന് ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഉണ്ടെന്ന് തന്നെ ഇങ്ങനെ ചിരിച്ച് നോക്കിയാൽ കാണൂല. ആ രീതിയിൽ എടുത്തിട്ടുണ്ടെങ്കിലാണ് 1/2 ടീസ്പൂൺ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പകുതി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 1/4 ടീസ്പൂൺ ആ ഒരു രീതിയിലാണെങ്കിൽ നമുക്ക് 1/4 ടീസ്പൂണും ആക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് 1/2 ടീസ്പൂൺ ഈ അളവിന് വരുന്നത്. ഇത്രയാണ് നമ്മുടെ ആ ഒരു കറക്റ്റ് വരുന്നത്. അപ്പോൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ഒരേപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബേക്കിംഗ് സോഡേനെ ഞാൻ ഈ ഒരു ടീസ്പൂണിനകത്ത് എടുത്ത് കാണിക്കുന്നില്ല. അത് കണ്ടില്ല, രണ്ടും ഒരേ ടെക്സ്ചറിലുള്ള സാധനം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ സ്പെഷ്യലായിട്ട് എടുത്ത് കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ നമ്മൾ ആ ഒരു രീതിയിലാണ് ഈ ഒരു സ്പൂണുകളിൽ വെച്ചിട്ട് നമ്മൾ നമ്മുടെ വീടുകളിലുള്ള ആ ഒരു ടീസ്പൂണിനെ മെഷർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എപ്പോഴും ഉണ്ടല്ലോ, നമുക്ക് ഈ വാനില എസൻസും ആ കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടും ടീസ്പൂണിന് കണക്കാക്കിയിട്ട് നമ്മുടെ ഈ ഒരു അടപ്പ് തന്നെയാണ് കേട്ടോ ഏറ്റവും നല്ലത്. വാനില എസൻസും അതേപോലെ കാര്യങ്ങളൊക്കെ നമുക്ക് എസൻസുകളൊക്കെ ഒഴിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ നമുക്കിപ്പോൾ ഈ ബേക്കിംഗ് പൗഡർ എടുക്കണമെങ്കിലാണെങ്കിൽ നമുക്കിതുപോലെ ഈ ഒരു അടപ്പിനകത്ത് നമ്മൾ ഈ ഒരു അളവ് വരെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 1 ടീസ്പൂൺ കിട്ടും. ഇതിൻ്റെ പകുതി 2.5 ml എടുത്തിട്ടുണ്ടെങ്കിൽ 1/2 ടീസ്പൂണും കിട്ടും. അപ്പോൾ നമുക്കിതാ ഈ ഒരു 1 ടേബിൾ സ്പൂണും ടീസ്പൂണും വരുന്നതാണ് ഈ ഒരു 2 അളവും വരുന്നത് കേട്ടോ. അതേപോലെ തന്നെ നമുക്കിനി ഷുഗറിൻ്റെ അളവും കൂടി ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഷുഗറിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടാവും. 1 കപ്പ് ഷുഗർ എന്ന് പറയുന്നത് 250 ഗ്രാമാണ് കേട്ടോ വരുന്നത്. കണ്ടില്ലേ, കറക്റ്റ് 250 നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ കറക്റ്റ് 250 ഗ്രാമാണ് നമ്മുടെ 1 കപ്പ് ഷുഗർ വരുന്നത്. അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമുക്ക് വരുന്നത് 1/2 കപ്പ് എന്ന് പറയുമ്പം 125 ഗ്രാമാണ് കേട്ടോ 1/2 കപ്പ് വരുന്നത്. അതേപോലെ 1/4 കപ്പ് എന്ന് പറയുമ്പം 62.5 ഗ്രാം വരും. അപ്പോൾ ഇതാണ് ഷുഗറിൻ്റെ ആ ഒരളവ്. ഇനിയിപ്പോൾ നമുക്ക് ടേബിൾ സ്പൂണിലൊന്ന് ഷുഗർ എടുത്ത് നോക്കാം കേട്ടോ. ചില സമയങ്ങളിൽ 2 ടേബിൾ സ്പൂൺ എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ കേൾക്കാറുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ടേബിൾ സ്പൂൺ നമ്മുടെ വീടുകളിലുള്ള സ്പൂണിന് നോക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം വരുന്നത് 15 ഗ്രാമാണ് കേട്ടോ ഒരു ഏകദേശം നമ്മുടെ 1 ടേബിൾ സ്പൂൺ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു നമ്മുടെ വീടുകളിലുള്ള ആ ഒരു സ്പൂണിന് കണക്കാക്കിയിട്ട് നമുക്കൊന്ന് വെച്ച് നോക്കാം. അപ്പോൾ ഇതൊന്ന് വെച്ച് കൊടുത്തിട്ട് അതൊന്ന് 0 ആക്കിയതിന് ശേഷമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത്രയും വെച്ച് നോക്കാം. അപ്പോൾ എത്ര ഉണ്ടാകും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു അളവിൽ കറക്റ്റ് വരുന്നുണ്ടേ. അപ്പോൾ ഈ ഒരു 15, 16
അളവ് ആ ഒരു അളവ് വരും. അപ്പോൾ നമ്മുടെ മെഷറിംഗ് സ്പൂണിന് 1 ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് ഇത്രയും എടുത്താലാണ് നമ്മുടെ വീടുകളിലുള്ള സ്പൂണിന് ഇത്രയും എടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് നമുക്ക് 1 ടേബിൾ സ്പൂൺ നമുക്ക് കിട്ടും. അപ്പം ഈ ഒരു അളവാണ് വരുന്നത്. അതേപോലെ തന്നെ ഹാഫ് ടീസ്പൂണിലാണെങ്കിൽ നമുക്ക് വരുന്നത് എത്രയാണെന്ന് നോക്കാം കേട്ടോ. നമ്മുടെ ടീസ്പൂണിന് ഇത്രയും ഈ ഒരു അളവിലെടുത്തിട്ടുണ്ടെങ്കിൽ ടീസ്പൂണിനാണിത് ഇത്രയും നല്ലപോലെ നിറച്ചെടുത്താൽ മാത്രമാണ് നമ്മുടെ ടീസ്പൂണിനാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. പക്ഷേ ഒരിക്കലും ടീസ്പൂണിലൊന്നും ഷുഗറൊന്നും അളക്കേണ്ടതായിട്ട് വരില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ടേബിൾ സ്പൂണിൽ മാത്രമാണ് നമുക്ക് ഷുഗറൊക്കെ അളക്കേണ്ടതായിട്ട് വരുള്ളൂ. അപ്പോൾ ഇത് ടീസ്പൂണാണ്, നമ്മൾ ആദ്യം കാണിച്ചതാണ് ടേബിൾ സ്പൂണുമായിട്ട് വരുന്നത്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഇവിടെ അളന്ന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഷുഗറും അളന്നിട്ടുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ മൈദയും നമ്മളിവിടെ അളന്ന് കറക്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീടുകളിലുള്ള ഈ ഒരു ടേബിൾ സ്പൂണും ടീസ്പൂണും ഒക്കെ വെച്ചിട്ടാണ് നമുക്ക് കേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നമ്മളിതുപോലെ നമ്മുടെ അടപ്പുണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് അത് മെഷർ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, 4 ടേബിൾ സ്പൂണാണ് നമ്മുടെ ഒരു 1/4 കപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പുറത്തുനിന്ന് പാഴ്സലൊക്കെ വാങ്ങുന്ന സമയത്ത് ബിരിയാണീൻ്റെ ഒക്കെ കൂടെ കിട്ടുമല്ലോ നമ്മുടെ സാലഡൊക്കെ വാങ്ങുന്ന ഈ ഒരു ഇത്. അപ്പോൾ ഇതൊക്കെ ഏകദേശം ഒരു 1/2 കപ്പിൻ്റെ അളവായിട്ടാണ് ഏകദേശമൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക, ഇതിനകത്തേക്ക് നമുക്ക് ഒന്ന് അളന്ന് ഇട്ട് നോക്കുക. ഏകദേശം നമുക്ക് 1/2 കപ്പ് ആകുന്ന സമയത്ത് 8 ടേബിൾ സ്പൂൺ നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് നോക്കിയിട്ട് എവിടം വരെ വരുന്നുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് മെഷർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് 1/2 കപ്പായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെയൊക്കെ ബിരിയാണീൻ്റെ ഒക്കെ കൂടെ തന്നെ ആണെങ്കിൽ നമുക്ക് കിട്ടാറുണ്ടല്ലോ നമുക്ക്, അല്ലെങ്കിൽ ഈ സോസിൻ്റെ ഒക്കെ അല്ലെങ്കിൽ ഈ മയോണൈസൊക്കെ വാങ്ങുന്ന സമയത്താണെങ്കിൽ ചെറിയ ഡബ്ബകൾ കിട്ടും. അപ്പോൾ അത് ഏകദേശം ഒരു 1/4 കപ്പ് അളവിലൊക്കെ വരുന്നതൊക്കെ ഉണ്ടാവും. അപ്പോൾ 4 ടേബിൾ സ്പൂൺ ഇട്ടിട്ട് നമ്മൾ ഒരു 1/4 കപ്പ് ഇതുപോലെ ഒന്ന് റെഡിയാക്കുക. അതേപോലെ 8 ടേബിൾ സ്പൂൺ എടുത്ത് ജസ്റ്റ് ഒന്ന് വെച്ച് നമ്മളൊന്ന് അടയാളപ്പെടുത്തി വെക്കുകയാണെങ്കിൽ 1/2 കപ്പ് നമുക്ക് ഇതുപോലൊന്ന് വീട്ടിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനിയിപ്പോൾ 1 കപ്പ് എന്നുള്ളത് നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ ചായ കുടിക്കുന്ന ഇപ്പം എല്ലാ വീട്ടിലും ഉണ്ടാവും ഇതുപോലത്തെ വലിയൊരു കപ്പ്. അപ്പോൾ ഇത് നമ്മൾ കറക്റ്റ് ഒരു 250 ml ഉണ്ടോ എന്ന് നോക്കുക നമ്മൾ ഈ ഒരു കപ്പ്. അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ ഒരു കപ്പ് എന്ന് പറയുന്നത് 250 ml ആണ്. അപ്പോൾ ആ ഒരു ml കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഒരു കപ്പായിട്ട് നമുക്ക് യൂസ് ചെയ്യാനും വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കണ്ടില്ലേ, നമ്മുടെ കപ്പ് 250 ആണ് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വെക്കാം. അതേപോലെ ഇതെന്ന് പറയുന്നത് 1 ടേബിൾ സ്പൂണാണ്, 15 ml ആണ് വരുന്നത്. അത് 1 ടേബിൾ സ്പൂണും ആ ചെറുതാകുമ്പം 1 ടീസ്പൂണിന് കണക്കാക്കിയിട്ടുമാണ് കേട്ടോ വരുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇത് വെച്ചിട്ട് നമ്മൾ ആ വീട്ടിലുള്ള നമ്മുടെ സ്പൂണും ഇതൊക്കെ വെച്ചിട്ട് നമുക്കൊരു കേക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അത് നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളിത് ഒരു ബുക്കിലെങ്ങാനും ഒന്ന് ജസ്റ്റ് എഴുതി വെച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ നമുക്കും എല്ലാവർക്കും വീട്ടിൽ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.